നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി ശ്രീ ചാത്തൻകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തർ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ പങ്കെടുത്തു. ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരവും ഘോഷയാത്രയും ഭക്തി നിർഭരമായി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ മംഗല്യസിദ്ധി പൂജ വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:00 വിശേഷാൽ പൂജകൾ നടക്കും. വാർത്തകൾ വിശദമായി. തൈക്കാട്ടുശ്ശേരി ശ്രീ ചാത്തൻകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തർ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശമാടൽ, നിവേദ്യം, ഉച്ചപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. ശ്രീ ചാത്തംകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ കൃഷ്ണദാസ് നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കുരിശാരൂർ ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികരായി. രാവിലെ 11 മണി മുതൽ ഭക്തർക്ക് അന്നദാനം വിതരണം ചെയ്തു. ക്ഷേത്ര പരിപാലന ധർമ്മസ്ഥാപന ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവീട്ടിൽ, സെക്രട്ടറി ഷാജു കാട്ടുങ്ങൽ, വിനീഷ് പി മേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരവും ഘോഷയാത്രയും ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ സ്വയംവര ഘോഷയാത്രയിൽ പങ്കെടുത്തു. ബ്രഹ്മശ്രീ കോട്ടപ്പുറം ശങ്കരനാരായണ ശർമ്മ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യനായി. തുടർന്ന് മധുരപലഹാര വിതരണവും നാമജപവും നടന്നു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ നിന്ന് സ്വയംവര ഘോഷയാത്രയ്ക്ക് തുടക്കമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന സ്വയംവര ഘോഷയാത്രയിൽ നാമജപങ്ങൾ ഉരുവിട്ട് നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ആത്മീയ പ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. സപ്താഹയജ്ഞം വ്യാഴാഴ്ച നടക്കുന്ന വിശേഷാൽ പൂജകൾ, ആറാട്ട് എന്നിവയോടെ സമാപിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആനന്ദനാരായണസ്വാമി, ഉപദേശക സമിതി സെക്രട്ടറി എം ഗോപിനാഥൻ, CJ നാരായണസ്വാമി, C രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ മംഗല്യസിദ്ധി പൂജ വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:00 വിശേഷാൽ പൂജകൾ നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐകുന്ന് പാണ്ഡവഗിരി ദേവിക്ക് ഇടവമാസം പൂയം നക്ഷത്രത്തിലുള്ളതാണ് മംഗല്യസിദ്ധി പൂജ. വ്യാഴാഴ്ച രാവിലെ 10:00 വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. നെടുമംഗല്യ പൂജ, സർവ്വ ഐശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ മുതലായ വിശേഷാൽ പൂജകളാണ് അന്നേ ദിവസം നടക്കുക. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനാകും. രാവിലെ 11:30 അമൃതഭോജനം നടക്കും. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിനുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് ഐക്യദാർഢ്യം നൽകുന്നതായിരുന്നു സൈക്കിൾ റാലി. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുപോക്കിനും പുരോഗതിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചിരുന്നു. ഇന്ധന ഉപയോഗം നിയന്ത്രിക്കുകയും ആർഭാടങ്ങൾ ഒഴിവാക്കുകയും ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു BJPയുടെ സൈക്കിൾ റാലി. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി മുൻ MLA CC മുകുന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, BJP ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, PR സിദ്ധൻ, NS ഉണ്ണിമോൻ, രശ്മി ഷിജോ, ജോഷി ബ്ലാങ്ങാട്ട്, ഭഗിനി സുനിൽ, സുനിൽ ദത്ത, PV സെന്തിൽകുമാർ, PV ആനന്ദൻ, രഘുലാൽ, ജയശങ്കർ എന്നിവർ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകി. രോഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ട്രൂനാറ്റ് മെഷീൻ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതിയിലെ 19 ലക്ഷം രൂപയാണ് മെഷീൻ സ്ഥാപിക്കാൻ ചിലവഴിച്ചത്.
അവിടെ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യർ അവിടുന്ന് പുറന്തള്ളപ്പെടുന്നവരാണ്. അതിനൊരു മാറ്റമുണ്ടായത് ആരോഗ്യ മേഖലയ്ക്കകത്ത് സർക്കാരിന്റെ ഇടപെടൽ ഭാഗമായിട്ട്. സർക്കാർ നമ്മുടെ നാട്ടിലെ പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ മേഖലയ്ക്കകത്ത് വലിയൊരു മുതൽമുടക്കാണ് നടത്തുന്നത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതിൽ വലിയ മാറ്റം ഉണ്ടാക്കി. നമ്മുടെ ജില്ലാ ആസ്പത്രികളുടെ അവസ്ഥ നമുക്കും മാറ്റം ഉണ്ടായി. ജില്ലാ ആസ്പത്രികളിലൊക്കെ ഹൃദ്രോഗവുമായൊക്കെ ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷനുകളും അവിടെ നടക്കുന്നു. അത് മാത്രമൊന്നുമല്ല, ലഘുക്കം മാറ്റിവെക്കലായി കഴിഞ്ഞാലും അവയവ മാറ്റിവെക്കൽ പരിപാടികളായി കഴിഞ്ഞാലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്താം. കോഴിക്കോട് പുതിയൊരു അവയവ മാറ്റത്തിന്റെ ആശുപത്രി വരികയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും അനുഭവമാണ്. എറണാകുളം ജനറൽ ആശുപത്രി ആയാലും തൃശ്ശൂർ ജനറൽ ആശുപത്രി ആയി കഴിഞ്ഞാലും മെഡിക്കൽ കോളേജ് ആയി കഴിഞ്ഞാലും ഒക്കെ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ആ തരത്തിൽ വന്നിട്ടുണ്ട്. ജീവിതവും പ്രതിസന്ധിയിലാക്കുന്ന മഹാരോഗങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷീൻ കണ്ടെത്തുകയും അത് നമ്മുടെ പ്രദേശത്തിനകത്ത് ഇവിടുത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഇത്തരം രോഗങ്ങളിലേക്ക് കണ്ടെത്തി ചികിത്സ ലഭിക്കുന്നതിന് അത് ഈ നാടിനകത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്ക് കീഴിൽ പ്രത്യേകിച്ച് പെരിഞ്ഞനം പോലെയുള്ള ഒരു പ്രദേശത്തെ അതിസാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വലിയ സഹായം ഇതുമൂലം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതും അതങ്ങനെ തന്നെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഷീൻ നമ്മൾ ഈ ആരോഗ്യാലയത്തിലേക്ക് വാങ്ങിക്കാനും അതിനെ പ്രവർത്തിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എസ്. ശിഹാബ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രാജു മുഖ്യാതിഥിയായി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എച്ച്. നിയാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ.പി. സ്നേഹലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, കെ.ആർ. ഹരി, സുജിത സലീഷ്, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീവ ഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി കെ. മധുരാജ് എന്നിവർ സംസാരിച്ചു. 30 വൈറസുകളുടെ സാന്നിധ്യം അത്യാധുനിക ട്രൂനാറ്റ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താനാകും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് തല ശുചിത്വ ക്യാമ്പയിൻ 3 പീടികയിൽ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പയിൻ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സുരേന്ദ്രൻ ശുചിത്വ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ. സക്കരിയ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, മെഡിക്കൽ ഓഫീസർ CR ബിജി, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് എമറാൾഡ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ശുചിത്വ ക്യാമ്പയിൻ റാലിയിൽ ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് 3 പീടിക പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ശുചിത്വം നമുക്കറിയാം, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അതിലുപരി നമുക്ക് നമ്മളെ മാധ്യമത്തിലൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ഇത് നമുക്ക് ഏറ്റവും കൈപ്പലം പഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്താക്കിയിട്ട് ഒരുവിധം വാർഡുകളിൽ എല്ലാവരും നല്ല കൂട്ടായ്മ. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തും അതേപോലെ ഹെൽത്തും ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ശുചിത്വ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇലക്ഷനും മറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പഞ്ചായത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അല്പം നീണ്ടുപോയത്. നമ്മുടെ എല്ലാ മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വാർഡ് മെമ്പർമാരുടെയും അതേപോലെ തന്നെ ഹെൽത്ത് ഓഫീസർമാരും അതുമായി ബന്ധപ്പെട്ടവരും അതുപോലെ എല്ലാ നാട്ടുകാരുടെയും ഒക്കെ കൃത്യമായ സഹകരണത്തോടു കൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിനോദയാത്ര എന്ന വാഗ്ദാനം നിറവേറ്റി വാർഡ് മെമ്പർ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് മെമ്പർ ഷാഹിൽ പഴുപറമ്പിലാണ് വാഗ്ദാനം പാലിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡിൽ നിന്നാണ് ഷാഹിർ പഴുപറമ്പിൽ മെമ്പറായി ജയിച്ചത്. അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് AICC സെക്രട്ടറി TN പ്രതാപനാണ് വിനോദയാത്രാ പ്രഖ്യാപനം നടത്തിയത്.
22-ാം വാർഡിൽ ഷാഹിർ പഴുപറമ്പിൽ വിജയിച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിനോദയാത്രയ്ക്കായി അവസരമൊരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ഷാഹിർ താൻ വാഗ്ദാനം ചെയ്ത വിനോദയാത്ര സംഘടിപ്പിക്കുകയായിരുന്നു. കൊച്ചി ഹിൽ പാലസാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ആദ്യം സന്ദർശിച്ചത്. തുടർന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് 1 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നവ്യാനുഭവം നൽകുന്നതായിരുന്നു ബോട്ട് യാത്ര. കൊച്ചിയിലെ കണ്ടൽ വനങ്ങളും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ബോൾഗാട്ടി പാലസ്, ഫോർട്ട് കൊച്ചി, ചെറായി ബീച്ച് ഉൾപ്പെടെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് തൊഴിലാളികൾക്ക് ബോട്ട് യാത്ര സമ്മാനിച്ചത്. ദൈനംദിന ജോലിഭാരം നൽകുന്ന സമ്മർദ്ദങ്ങളിൽ നിന്നു വലിയൊരു മോചനമാണ് വിനോദയാത്രയുടെ നിമിഷങ്ങളെന്നായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കുവച്ചത്. വാർഡ് മെമ്പർ ഷാഹിർ പഴുപറമ്പിലും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷും ചേർന്നാണ് വിനോദയാത്ര നയിച്ചത്. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 20 മുതൽ 29 വരെ ആഘോഷിക്കും. 20 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കും. ഗുരുവായൂർ കൂനാമുച്ചി കുറുവല്ലൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 23-ന് ശനിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറും. ക്ഷേത്രകലകളും അന്നദാനവും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. 27-ന് ബുധനാഴ്ച ഏകാദശി വിളക്കും. 29-ന് വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവവും നടക്കും. പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന എഴുന്നള്ളിപ്പിനെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന മേളം അകമ്പടിയൊരുക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,515 രൂപ, പവന് 1,16,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി ശ്രീ ചാത്തൻകുളങ്ങര ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തർ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ പങ്കെടുത്തു. ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരവും ഘോഷയാത്രയും ഭക്തി നിർഭരമായി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ഇളവമാസത്തിലെ മംഗല്യസിദ്ധി പൂജ വ്യാഴാഴ്ച നടക്കും. രാവിലെ 10:00-ക്ക് വിശേഷാൽ പൂജകൾ നടക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.